ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മസ്കറ്റിലുള്ള കന്ത ബീച്ചിലേക്കുള്ള യാത്രാ വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. മസ്കറ്റിൽ വരുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ കന്ത ബീച്ച്. അപ്പം നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയോട് കൂടി പോകുന്ന ആദ്യത്തെ ട്രിപ്പാണിത്. ഇതാണ് ഞങ്ങളുടെ വേദൂട്ടൻ. ആദ്യമായിട്ട് കണ്ടത് കൊണ്ടാവാം ആൾ കുറച്ച് സൈലൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല കമ്പനി ആയിട്ടോ. നമ്മൾ താമസിക്കുന്നത് ബൗഷറിലാണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ കന്ത ബീച്ചിലേക്ക്. പോണ വഴിയിൽ തന്നെ നമ്മൾ ലഞ്ചൊക്കെ പാഴ്സൽ മേടിച്ചു കേട്ടോ. കാരണം നമ്മൾ മോർണിംഗ് 11 o'clock ഇറങ്ങിയത്. ഏകദേശം ഇപ്പോൾ ടൗണൊക്കെ കഴിഞ്ഞു. ഇനി ഇതുപോലെ 2 സൈഡും മലകളോട് കൂടിയ റോട്ടിലൂടെയാണ് കേട്ടോ പോണത്. पता नहीं कि मैं वापस आऊंगा कि नहीं, but if I don't come back. അപ്പോൾ നമ്മൾ പോണ വഴി ഇതുപോലെ ഒത്തിരി വ്യൂ പോയിൻ്റൊക്കെ കാണും. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ സമ്മർ ആയതുകൊണ്ട് നമ്മൾ അധികം നേരം നിന്നില്ല. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മുടെ വേദൂരിൻ്റെ വിശപ്പൊക്കെ തുടങ്ങി കേട്ടോ. പോണ വഴിയിൽ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചു. പണ്ട് കടലിനടിയിലായിരുന്നു ഈ സ്ഥലം മൊത്തമായിരുന്നു. അങ്ങനെ ആയിരുന്നു. നമ്മളെ ബൗഷറുണ്ടല്ലോ, അത് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ വിശാലമായ കന്ത ബീച്ചിലെത്തിയിരിക്കുകയാണ്. കസിൻസും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയി വീക്കെൻഡ്സിനും ഹോളിഡേയ്സിനും വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് ബ്ലൂ സ്റ്റോൺ ബീച്ച് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഫിഷിങ്ങും ബോട്ടിങ്ങും, പിന്നെ ബോട്ടിങ്ങിൽ തന്നെ പല വിധത്തിലുള്ള ഗെയിംസൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പാറക്കല്ലിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. നീല ആകാശവും കടലും നീല കളർ അടിപൊളിയായിരുന്നു കാണാൻ. മുകൾ ഭാഗം ആയതുകൊണ്ടാണോ അറിയില്ല, നല്ല കാറ്റായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് താഴോട്ട് തന്നെ ഇറങ്ങുകയാണ്. നമുക്ക് ഈ വാഷ്റൂമിലൊക്കെ പോണ വഴിയിൽ അപ്പുറത്തെ സൈഡായിട്ട് വേർതിരിച്ചൊരു ബീച്ച് കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ മലയുടെ അപ്പുറം തന്നെയാണ്. ഇത് പക്ഷേ 2 ഭാഗമായ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള വഴിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ആദ്യം തന്നെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ.
കാരണം അത്ര അടിപൊളിയായിരുന്നു. ഇവിടെ കുറേ പേര് ഇവിടെ ടെൻ്റൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ അടിപൊളി വൈബായിരിക്കും കേട്ടോ. നമ്മളവിടെ നിൽക്കുമ്പോഴാണ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ കുറേ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകൾ എന്തൊക്കെ തിരയുന്നത് കണ്ടു കേട്ടോ. നമ്മളവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ കയ്യിലുള്ള ഷെല്ലുകൾ കാണിച്ചിട്ട് പറഞ്ഞു കേട്ടോ, ഈ ഷെല്ലുകൾക്ക് അവിടെ ഒത്തിരി റേറ്റാണ്. അപ്പോൾ അവർ അവിടുത്തെ ശേഖരിക്കുകയാണ് പറഞ്ഞു കേട്ടോ. അപ്പം അവർ എവിടെ നിന്നാണ് വരുന്നത് വെച്ചപ്പോൾ അവർ ഏതൊക്കെ യൂറോപ്യൻ കൺട്രീസിൻ്റെ പേരൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കടലിൻ്റെ ഭംഗി കാരണം നമ്മൾ കരയിലെ ഭംഗിയൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മളും കുറച്ച് കല്ലൊക്കെ ശേഖരിച്ചു കേട്ടോ. ഏതെടുത്താലും ഭംഗിയാണ്. വേദൂട്ടിനെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതുപോലെ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരുപാട് ഷെല്ലുകൾ ഉണ്ടായിരുന്നു. ഈ തെളിഞ്ഞ വെള്ളത്തിൽ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഈവനിങ് ഒക്കെ ആവാനായി. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ കാണാണ്ടിട്ട് ഇവിടെ പാറേൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോവാം. ഇവിടെ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രഭുദേവൻ്റെ സിനിമയും സിങ്കൊക്കെ. നമ്മൾ കന്ദ ബീച്ചിനോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് പോരുകയാണ്. അപ്പോൾ നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി. നമ്മളിവിടെ അടുത്ത് വല്ല കട ഉണ്ടാവും വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കി കേട്ടോ. അവിടെ കടകളൊന്നുമില്ല, ഒരു പള്ളിയും പിന്നെ കുറേ വീടുകൾ അടുപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഇതുപോലെ ആ മല കണ്ടു കേട്ടോ. അത് കടലിൻ്റെ അടുത്തുള്ള മലകളാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കണ്ട ആ ഹോള്, അതിൻ്റെ ഉള്ളിലൊക്കെ പണ്ട് ഇവിടുത്തെ ആളുകൾ താമസിച്ചിരുന്നു അത്ര. അങ്ങനെ നമ്മൾ കന്ദ ബീച്ചിനോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോരുകയാണ്. കന്ദ ബീച്ചിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.